വാഹനം ചേട്ടന് എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? ഒരു 15 വർഷം മുമ്പ് US മിലിറ്ററി ഓപ്ഷനിൽ പോയിട്ട് US നിന്ന് എടുത്തുകൊണ്ട് വന്നു. അത് ശരി. അപ്പോൾ ഇത് ബേസിക്കലി ഗൾഫ് വാർ കഴിഞ്ഞിട്ട് ഡീകമ്മീഷൻ ചെയ്ത് അവർ വണ്ടികൾ വെക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി റണ്ണിങ് കണ്ടീഷനായിരിക്കും, എഞ്ചിനും ഗിയർ ബോക്സും റണ്ണിങ് ആയിരിക്കും. വണ്ടിയുടെ ബോഡി മേലുള്ള ഡാമേജ് ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്തോണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് ചെന്നിട്ട് ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സായിട്ട് പോയിട്ട് നമ്മുടെ ഓപ്ഷന് പോയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി എഞ്ചിൻ റണ്ണിങ് ആണ്, വർക്കിംഗ് ആണ്. നമ്മൾ എന്നിട്ട് ഷിപ്പിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഒരു 2.5 years എടുത്തൊന്ന് റിപ്പയർ ചെയ്ത് ഈ കണ്ടീഷനാക്കി എടുക്കാൻ. അപ്പോൾ ബേസിക്കലി ഇത് വന്നപ്പോൾ ഇതിന് ബുള്ളറ്റ് ഹോൾസും മൈൻ ഡാമേജും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ റൂഫ് ഉണ്ടായിരുന്നില്ല. റൂഫ് കാനപ്പി പോലെ നാട്ടിൽ വില്ലീസ് ജീപ്പൊക്കെ വരുന്നവരല്ലേ, വില്ലീസിന്റെ ജീപ്പ് അതുപോലെ ചെറിയ കാനപ്പിയുടെ ക്യാൻവാസ് ഡോർസ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇത് റൂഫും ഡോറും ഇതെല്ലാം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്ന് 2.5 വർഷം എടുത്ത് ഇതിനെ ഈ ഷേപ്പിലാക്കി. ശരിക്കും കൗതുകത്തോടെ ആയിരിക്കുമല്ലോ ആൾക്കാരെല്ലാം ഇതിനെ കാണുന്നത്. അതെ, ഇത് നോക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹമ്മർ എന്നാണ് അവർ വിളിക്കുന്നത്. ഇത് ഹമ്മർ അല്ല, ഇത് ബേസിക്കലി ഹംവി എന്ന് പറയുന്ന വണ്ടിയാണ്. അത് മിലിറ്ററിക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന വണ്ടിയാണ്. AM ജനറൽ എന്ന അമേരിക്കൻ കമ്പനി മിലിറ്ററി യൂസിന് വേണ്ടി മാത്രം ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. സോ ബേസിക്കലി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കംഫർട്ടൊന്നുമില്ല. പിന്നെ ഈ സൗണ്ടും ബഹളവും ഇതൊക്കെ ഇതിനകത്ത് എപ്പോഴും ഉണ്ടാവും. AC ഇല്ല. ഇതിപ്പോ ഞാൻ ആകെ ഇതിനകത്ത് എക്സ്ട്രാ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇതാണ്. ഇതൊരു ബ്ലോവർ പോലെ, AC അല്ല, ഒരു ബ്ലോവർ പോലെ നമുക്ക് ഈ ചൂടത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും ഓടിക്കുമ്പോൾ ഒരു കാറ്റ് കിട്ടാൻ വേണ്ടി ഓണാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ AC ഒന്നുമില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് മാത്രം ഷേപ്പ് വ്യത്യാസമുണ്ട്. ബാക്കി 3 സീറ്റ് നോർമൽ നമ്മുടെ നാട്ടിലത്തെ ട്രാൻസ്പോർട്ടിന്റെ ബെഞ്ച് സീറ്റാണ്. മുകളിലൊരു കുഷൻ, താഴെ ഒരു കുഷൻ. ഇത് മാത്രം ബക്കറ്റ് സീറ്റാണ്. അതെന്താന്ന് പറഞ്ഞാൽ മിലിറ്ററിയിൽ അവിടെയാണ് ഓഫീസർ ഇരിക്കുന്നത്, ബാക്കി ഡ്രൈവറും അവരുടെ കോർപ്പറൽസുമാണ് ഇരിക്കുന്നത്. അപ്പൊ ഓഫീസറിന് മാത്രമേ ഉള്ളൂ കംഫർട്ട് സീറ്റ്. അതേ രീതിയിൽ തന്നെ ബിക്കോസ് എനിക്കിത് മാറ്റി വേറെ സീറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇത് ഡാഷ്ബോർഡ് മാറ്റാന്ന് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു ഒറിജിനാലിറ്റി പോകുമല്ലോ. അപ്പൊ അങ്ങനെ തന്നെ വെച്ചോണ്ട് ഇപ്പൊ ഈ സ്റ്റിയറിങ് അതുപോലെ അതിന്റെ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ബേസിക്കലി ആ ഗൾഫ് വാറിന്റെ അതിനകത്ത് ഉണ്ടായിരുന്ന സെയിം സീറ്റ് ബെൽറ്റും ഇതും തന്നെയാണ്. അപ്പൊ ഒരു വാർ സോണിൽ നിന്ന് വന്നേക്കണ വണ്ടി തന്നെയാണ്. ഇതിടയ്ക്ക് ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുവരുമോ? എങ്ങനെയാണ് ഇതിന്റെ? ഞാൻ ചൂടല്ലാത്ത സമയത്താണെങ്കിൽ രാത്രി വല്ലപ്പോഴും എടുക്കും. പിന്നെ ഇത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷിപ്പിന് കൊണ്ടുവന്ന് എന്റെ അനിയനെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അനിയന്റെ കല്യാണത്തിന് ഈ വണ്ടി അവിടെ കാണുന്ന വെച്ചാൽ ഒരു റെഡ് കളർ സ്പോർട്സ് കാർ ഉണ്ടല്ലോ, ഈ 2 വണ്ടി ഞങ്ങൾ ഷിപ്പിന് നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് 6 വർഷം മുമ്പ്, കൊറോണ കഴിഞ്ഞ ഉടനെ. അപ്പൊ അന്ന് ഇത് ഷിപ്പിന് കൊണ്ടുവന്നിട്ട് ഇതൊരു 1 മാസം അവിടെ ഉണ്ടായിരുന്നു വണ്ടി. ഞാനിതും കൊണ്ട് ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ പോയായിരുന്നു ഈ വണ്ടി കൊണ്ട്. പിന്നെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 km/h. അതിന് മുകളിൽ ഇതിന് സ്പീഡില്ല. പിന്നെ ഡീസലാണ്, പെട്രോൾ അല്ല, ഡീസൽ വണ്ടിയാണ്. പിന്നെ അവര് മീൻ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ 4 വീലിൽ ഒരു വീല് ഭൂമിയിൽ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് കയറി പോന്നോളും. അതെ, ഏത് ഇതിനകത്താണെങ്കിലും 4 വീല് 3 വീല് എയറിൽ നിൽക്കുകയാണെങ്കിലും ഒരു വീലുണ്ടെങ്കിൽ ഒരു വീലിൽ കയറിക്കോളും. പിന്നെ ഇപ്പൊ ഡാമേജ് ആയി ടയറ് പൊട്ടിപ്പോയി അതിന്റെ, അല്ലെങ്കിൽ ബേസ്റ്റായി പോയി, 4 വീലിലും ടയർ ഇല്ലെങ്കിലും ആ റിമ്മിൽ ഇത് ഓടിക്കുള്ളൂ. ഈ വാഹനങ്ങളോട് ഇത്ര താല്പര്യം ഉണ്ടായുള്ള സാഹചര്യം ചെറുപ്പം തുടങ്ങിയുള്ള ഒരു കൗതുകമാണ്, മോട്ടോർ സൈക്കിളും കാറും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ എന്റെ ഡ്രീം കാർസിൽ ഒന്നായിരുന്നു ഈ വണ്ടിയും കടന്നേറ്റ സ്പോർട്സ് കാർ, ചോപ്പ് വണ്ടി. അപ്പം 2ഉം അമേരിക്കൻ വണ്ടിയാണ്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഫെറാറി, ലംബോർഗിനി അതിനകത്തോട് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേലും താല്പര്യം കൂടുതൽ ഇതുപോലത്തെ പഴയ അമേരിക്കൻ വണ്ടിയും അമേരിക്കൻ ഇതിനകത്തോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പൊ ചെറുപ്പം തുടങ്ങിയുള്ള കൗതുകം ഇങ്ങനെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ കൊണ്ടു കിടക്കുന്നതാണ്. ബൈക്കുകളും അതുപോലെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ബൈക്ക് ഇവിടെ നിന്ന് ഉള്ളതിലാകെ ഒരു വണ്ടി മാത്രം നാട്ടിൽ കൊണ്ട് ഒരു 6 മാസം ഉപയോഗിച്ചായിരുന്നു. കവാസാക്കി നിഞ്ച എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അത് ഇവിടെ UAE മിഡിൽ ഈസ്റ്റിലെ തന്നെ ഫസ്റ്റ് വണ്ടിയാണ്. ഇവിടെ വന്നതിൽ അതിൻ്റെ വന്നത്. അത് നാട്ടിൽ കൊണ്ട് ഒരു 6 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് അതാണ് ആ ഫാസ്റ്റസ്റ്റ്, വേൾഡിലത്തെ ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്ന് പറയുന്ന ഇത് അതിനാണുള്ളത്. കവാസാക്കി H2 നിഞ്ച എന്ന് പറയുന്ന ബൈക്കാണ്. ടോപ്പ് സ്പീഡ് ഓഫ് 300+ km/h. ഇത് എങ്ങനെയാണ് അത് ഇന്ത്യയിൽ എത്തിച്ചത്? ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുപോയത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിനാണ് കൊണ്ടുപോയത്. ഏത് വർഷമായിരുന്നു? ഒരു 10 വർഷം മുമ്പ്. ഇപ്പൊ TV നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബൈക്ക് കൊണ്ടുവരുന്നു, കാർ കൊണ്ടുവരുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടിൽ അതൊന്നും അങ്ങനെ ഒരു കോമൺ പോലും ആയിരുന്നില്ല.
ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കാറും കൊണ്ടുപോയിട്ടുണ്ട്, ബൈക്കും കൊണ്ടുപോയിട്ടുണ്ട്. കൗതുകത്തിനുപരി അത് ശരിക്കും ഭയങ്കര പാഷനേറ്റ്. അത് നമ്മുടെ ഒരു പാഷനേറ്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പഴയ വണ്ടി നമുക്കിങ്ങനെ അത് കൊണ്ടു നടക്കാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പുതിയ വണ്ടി കൊണ്ടു നടക്കുന്നതിനേലും ടെൻഷനാണ് ഇത് കൊണ്ടു നടക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും പാർട്സ് കിട്ടത്തില്ല. ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും നമുക്ക് അതനുസരിച്ച് ഇത് ഓർഡർ ചെയ്ത് കൊണ്ട്, ഇപ്പോൾ പറഞ്ഞാൽ ബൈക്ക് ഇപ്പോൾ സമ്മർ ടൈമിൽ ഇപ്പം നിങ്ങൾ റൂമിൽ കയറിയായിരുന്നു, അത് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അത് AC എല്ലാ ദിവസവും 12 മണി തുടങ്ങി 5 മണി വരെ അത് AC ഓൺ ആവും അതിനകത്ത്. അത് ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പുറത്ത് വെച്ച് വെയിലത്ത് 50 ഡിഗ്രിയിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നശിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിനകത്താണ് നമ്മൾ അത് അത്രയും പാഷനേറ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മളിപ്പോൾ വണ്ടിയായാലും ബൈക്കായാലും കൺസിഡർ ചെയ്യുന്നത്. അത് ഫാദറിനും മദറിനും നമ്മൾ ചെയ്യുന്നതിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ വീട്ടുകാരിലോട് വീട് നിറച്ചും ബൈക്കും കാറും മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ അതൊരു ഇത് ചെയ്യാൻ പറ്റുന്നത്. 6161 നമ്മുടെ എല്ലാ വണ്ടികളും കാനാമ്പർ തന്നെയാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി വാഹനമായിരുന്നാലും ടോപ്പായിട്ട് ഒരു ഗ്രാൻഡ് ഫാദറായ ഒരു ഹമ്മർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷം. വീണ്ടും പുതിയ പുതിയ വാഹനങ്ങൾ വരട്ടെ, പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാം നടക്കട്ടെ. നമ്മൾ കൂടെയുണ്ട്. താങ്ക് യു.